ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഹൃദയങ്ങൾ സംശുദ്ധമാകണം. ഹൃദയങ്ങൾ കണ്ണാടി പോലെ. കണ്ണാടിയിൽ കറ പുരണ്ടാൽ, കണ്ണാടിയിൽ അഴുക്കായാൽ പ്രതിബിംബം വ്യക്തമായി തെളിയില്ലല്ലോ. ആ അഴുക്ക് കറ നീക്കിക്കളയുമ്പോഴല്ലേ പ്രതിബിംബം തെളിയുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകൾ ഫാത്തിഹ എന്ന വിശുദ്ധ തുഹൂറുകായ വെള്ളം കൊണ്ട് കഴുകി ക്ലീനാക്കുമ്പോ റബ്ബാനിയായ ബോധം, ഇലാഹിയായ ചിന്ത, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ ഹൃദയങ്ങളാകുന്ന കണ്ണാടികളിൽ തെളിഞ്ഞു വരും. നമ്മുടെ റൂഹുകൾ ഖുദുസാകണം. റൂഹുൽ ഖുദുസ്. സ്വഹാബികളിൽ ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. ആത്മാക്കൾക്ക് ഒരു പവറുണ്ട്. അത് അള്ളാന്റെ അമ്രാണ്. അവൻ ഊതിയതാണ് നമ്മളിലേക്ക്. നമ്മൾ അതിനൊന്ന് തിരിച്ചറിയണം. അത് റബ്ബിന്റെ അടുത്ത് നിന്ന് വന്നതാ. ഈ ലോകത്ത് ഒരു മെറ്റീരിയലും അല്ല റൂഹ് എന്ന് പറഞ്ഞാല്. ശാസ്ത്രം ഇത്രമാത്രമൊക്കെ വളർന്നിട്ടും വികസിച്ചിട്ടും ഒരുപാട് ഗവേഷണ നിരീക്ഷണങ്ങൾ, റിസർച്ചുകൾ നടത്തിയിട്ടും മനുഷ്യന്റെ ആത്മാവ് എന്ത് എന്ന ചോദ്യത്തിന്, സമസ്യക്ക് ഇന്നോളം ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഭൗതികമല്ല, അത് ഇലാഹിൽ നിന്ന് വന്നതാ. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റബ്ബിന്റെ ഒരു അമ്രാണത്. ഒരു കാര്യം ഉറപ്പാണ്, ഫാത്തിഹ പഠിക്കേണ്ട വിധം ആര് പഠിച്ചുവോ, ഓതുന്ന അക്ഷരങ്ങൾക്ക്, തിരുവാക്യങ്ങൾക്ക് ജീവനിട്ട് കൊണ്ട് ആര് പഠിച്ചോ, ജീവനിട്ടുകൊണ്ട് ആര് ജീവിച്ചോ, അതിനെ സജീവമാക്കിയോ, ഓരോ ആയത്തുകളെയും ഏതൊരുവൻ സജീവമാക്കിയാലും അവൻ റബ്ബു തആലായ മനക്കണ്ണുകൊണ്ട് കണ്ടെത്തി ആ റബ്ബിലേക്ക് ചേരുക തന്നെ ചെയ്യും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോന്റെ അടുത്തേക്ക് എത്തുന്ന വിഷയമാണ് ഫാത്തിഹ. അള്ളാഹുവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിശുദ്ധ അധ്യായമാണ് ഫാത്തിഹ. നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതി അതിന്റെ പൊരുളുകൾ അറിഞ്ഞോദണം. അതിന്റെ പൊരുളുകളാണ് കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലും ഇവിടെ അല്പാൽപമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, സർവലോകങ്ങളുടെ പരിപാലകൻ. ഈ ലോകത്ത് ആര് ആരെയൊക്കെ പരിപാലിക്കുന്നുവോ, ആര് ആരോടൊക്കെ കാരുണ്യം കാണിക്കുന്നുവോ, ആര് ആരെയൊക്കെ സഹായിക്കുന്നുവോ, ആ സഹായത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. നമ്മുടെ മുന്നിലുള്ള ഒരു പടപ്പുമല്ല സർവസ്തുതിക്കും അർഹനായത്. അത് ഉടമസ്ഥനായ അല്ലാഹുവാണ്. ഈ ലോകത്ത് എന്തൊക്കെ പരിപാലനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളെ മതരംഗത്ത് പരിപാലിക്കാൻ ശ്രമം നടത്തുന്ന ഒരു എളിയ സേവകനാണല്ലേ. നമ്മളൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ പരിപാലകരാണ്. മാതാവ് ഒരു കുഞ്ഞിന്റെ റബ്ബത്താണ്, പരിപാലകയാണ്. ആ മാതാവ് സർവസ്തുതിക്കും അർഹയാകുന്നുണ്ടോ? പിതാവ് സർവസ്തുതിക്കും അർഹനാകുന്നുണ്ടോ? ഇല്ല. ഉടമസ്ഥനായ അല്ലാഹുവാണ് സർവസ്തുതിക്കും അർഹൻ. അതന്നെ. മാതാപിതാക്കൾ മക്കളെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാലനത്തിൽ സ്വാർത്ഥത ഒരുപാട് കാണും, ഉറപ്പാണ്. ഒരു മാതാവും ഒരു പിതാവും ഒരു കുഞ്ഞിനെ മുന്നിലൊരു ലാഭം കാണാതെ വളർത്തുകയില്ല, പരിപാലിക്കുകയില്ല, പോറ്റുകയില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
ഈ മാനവകുലത്തെ മാത്രമല്ല ആലമീങ്ങളെ, ആലമുകളെ മൊത്തം പോറ്റുന്നത്. അള്ളാഹുവിനൊരു കാര്യലാഭവുമില്ല. അള്ളാഹുവിന് ഈ പടപ്പുകളെ കൊണ്ടൊന്നും നേടാനില്ല. അള്ളാഹു ഒന്നും തന്നെ ലക്ഷ്യമാക്കുന്നും ഇല്ല എന്ന് മാത്രല്ല, ഒരു മാതാപിതാക്കൾ പരിപാലിക്കുന്നതിന്റെ ഊർജവും ഉത്തേജനവുമായ വാത്സല്യം ഉള്ളതുകൊണ്ടാണല്ലോ നാം നമ്മുടെ മക്കളെ പരിപാലിക്കുന്നത്, ഓമനിക്കുന്നത്, ഉമ്മ വെക്കുന്നത്. നമ്മുടെ മക്കളെ നാം പരിപാലിക്കുന്നതിന്റെ ഊർജവും ഉത്തേജനവുമായ വാത്സല്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയതാണോ? എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്കൊരു സ്നേഹം, കാരുണ്യം, എൻ്റെ മക്കളോട്, നിങ്ങളെ മക്കളോട് നിങ്ങൾക്ക് ഒരു വാത്സല്യം നിങ്ങൾ ഉണ്ടാക്കിയതാണത്. എൻ്റെ പുള്ളനോടൊരു ഇഷ്ടം അങ്ങോട്ട് വരട്ടെ, അങ്ങനെ ഒന്ന് ഒരുങ്ങി താങ്ങിയിട്ട് തുണിയും കുപ്പായൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കിയതാ? ഒരിക്കലുമല്ല. ഒരു മാതാവിന്റെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിക്കുന്നതാണ് വാത്സല്യം. ഒരു പിതാവിന്റെ മനസ്സിൽ അള്ളാഹു മക്കളോട് കരുണ ഇട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എങ്ങാനും ഒരു തള്ളയുടെ മനസ്സിൽ വാത്സല്യം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ആ തള്ള പരിപാലിക്കൂല. അള്ളാഹു ഒരു തള്ളയുടെ മനസ്സിൽ വാത്സല്യം നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടില്ലേ പണ്ട് ഇടുക്കിയിലെ ഷഫീഖ് മോനെ, എത്ര കൊല്ലം മുമ്പേ ഇരുന്നു? ഇപ്പത് 3-4 കൊല്ലമായിട്ടുണ്ടാവും, 5 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? സ്വന്തം ഓമന കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിട്ട് ആഴ്ചകളോളം വെന്റിലേഷന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി അവസാനം ആ കുഞ്ഞ് രക്ഷപ്പെട്ട് മരിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഷഫീഖ് എന്ന് പറയുന്ന മോനെ തള്ളയുടെ തന്തയുടെ ക്രൂരമർദ്ദനം. എന്തേ? ഒരു തള്ള ഒരിക്കലും ഒരു കുഞ്ഞിനെ പോറ്റൂല, റബ്ബാകാൻ പറ്റൂല. റബ്ബുൽ ആലമീൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടല്ലാതെ, റബ്ബുൽ ആലമീൻ തള്ളയുടെ ഹൃദയത്തിൽ ഇതങ്ങ് നിക്ഷേപിച്ചിട്ടല്ലാതെ ഒരു തള്ളയുടെ ഹൃദയത്തിലും വാത്സല്യം ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മളൊക്കെ പറഞ്ഞു വളരെ മോശമായി പോയി, തൂക്കിക്കൊല്ലണം ഒക്കെ വേണം, അതൊക്കെ വേണം. മക്കളോട് ഇത്ര ക്രൂരത കാണിക്കുന്നവരെ വെറുതെ വിടാനൊന്നും പറ്റൂല. പക്ഷെ അതിലൊരു മെസ്സേജ് ഉണ്ട് കൂട്ടരെ. തള്ളയായതുകൊണ്ട് പോറ്റൂല, തള്ളയായതുകൊണ്ട് റബ്ബത്താകൂല. അതിന് ആ മുകളിലുള്ള ഉടമസ്ഥന്റെ നിർദ്ദേശം വരണം. എത്രയെത്ര തള്ളമാരാണ് പിഞ്ചുമക്കളെ തറയിലടിച്ചു കൊന്നത്, ശ്വാസം മുട്ടിച്ചു കൊന്നത്, തീ കൊണ്ട് പൊള്ളിച്ചത്. പടച്ചോനെ, ആ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോ കണ്ണ് നിറയാതെ, പത്രം ഒന്നും നനയാതെ വായിക്കാൻ പറ്റൂല. കുറച്ച് കരുണ ഹൃദയത്തിലുണ്ടെങ്കിൽ. സംസാരിച്ചു തുടങ്ങുന്ന പല്ലുകൾ പോലും വരാത്ത ആ ഓമനത്തത്തിന്റെ പുഞ്ചിരി കാണിക്കുന്ന കൊച്ചു പൈതങ്ങളെ തീ കൊണ്ട് ചൂടാക്കി പൊള്ളിച്ച തള്ളമാരെത്രേ! എത്രയെത്ര തള്ളമാരാണ് തങ്ങളുടെ മക്കളെ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ചു പോന്നത്, ബസ് സ്റ്റാൻഡിന്റെ മൂലയിലിട്ട് പോന്നത്. ഇത് യൂറോപ്പിലെ കഥയല്ല, അമേരിക്കയിലെ ഹിസ്റ്ററിയല്ല. ഈ കൊച്ചു കൈരളിയിൽ എത്രയെത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, എത്രയെത്ര തള്ളമാരാണ്, തന്തമാരാണ് മക്കളെ ക്രൂരമായും പീഡിപ്പിച്ച, മർദ്ദിച്ചതിന്റെ കാരണത്താൽ, ആക്രമിച്ച കാരണത്താൽ ജയിലിൽ കഴിയുന്നത്. എന്തേ അത്? അള്ളാഹു റഹ്മത്ത് കൊടുക്കണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പൈസ കൊടുക്കണമെങ്കിൽ ആ പൈസ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന മോനെ ബാപ്പ കൊടുക്കുള്ളൂ. ഒരു ഗ്ലാസ് കുഞ്ഞിൻ്റെ കയ്യിൽ എപ്പോഴാണ് കൊടുക്കുക? ഇത് താഴെ ഇട്ട് ഉടക്കൂല, അവൻ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി വെക്കും എന്ന ബോധ്യമുണ്ടെങ്കിലേ തള്ള ഗ്ലാസ് കൊടുക്കുള്ളൂ. എന്തവർക്ക് കിട്ടാതിരുന്നത്? അത് അള്ളാനെ മാത്രം. എന്നാ പിന്നെ അള്ളാനാണ് പറഞ്ഞാൽ പോരെ. ഷഫീഖിന്റെ കേസിലൊക്കെ നിരീശ്വരവാദി പറഞ്ഞതുപോലെ ഈ കണ്ട ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ജലപ്രളയങ്ങളും ഭൂകമ്പൊക്കെ ഉണ്ടാക്കണ പടച്ചോനെ കൈ കിട്ടിയാൽ ഈ കവലയിൽ മുക്കാലിയിട്ട് തല്ലണം. ഒരു ഇടമറുകിനെ പോലത്തെ ഒരു ചങ്ങായി പ്രസംഗിച്ചതായി. അങ്ങനല്ല, നമുക്കുണ്ട് ഇവിടെ റോള്. ഈ കരുണ എന്തേ കൊടുക്കാതിരുന്നത്?
ഇവൻ ആ ജാതിയാണ്, ഇവന്റെ പ്രവൃത്തിയും വാക്കും ചിന്തയൊക്കെ ആ ജാതിയാ, അതുകൊണ്ട് അള്ളാഹ് കൊടുത്തില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തള്ളക്കല്ല സർവസ്തുതിയും, അത് പ്രാർത്ഥന ഉണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കുഞ്ഞുനാളിൽ അറപ്പില്ലാതെ വെറുപ്പില്ലാതെ ഊണും ഉറക്കവും മാറ്റിവെച്ച് ഞങ്ങള് കരുണയോടെ പോറ്റിയ തള്ളയുണ്ടല്ലോ, തന്തയുണ്ടല്ലോ, മാതാപിതാക്കളുണ്ടല്ലോ, അല്ലാ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു ഖുർആനിലൂടെ മക്കളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സത്യം. പക്ഷേ സർവസ്തുതിക്കും ഒരു തള്ള അർഹയല്ല. അല്ല, കാരണം തള്ളക്ക് പോറ്റാൻ പറ്റൂല. അത് റബ്ബുൽ ആലമീന്റെ ഇടപെടൽ കൂടാതെ സാധിക്കില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ തർബിയത്തില്ലാതെ മനുഷ്യരടക്കമുള്ള ജന്തുക്കൾക്ക് ഈ ഭൂമുഖത്ത് ഒരു സെക്കൻഡ്, ഒരു നിമിഷം നിലനിൽക്കാനാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ് ഇപ്പൊ ഈ പറയുന്നത്. നമ്മളത് ഓതുമ്പോ തീരൂല അതിന്റെ ആശയം. അല്ലാഹുവിന്റെ തർബിയത്ത് കൂടാതെ മനുഷ്യരടക്കമുള്ള ജന്തുക്കൾക്കൊന്നും തന്നെ ഒരു സെക്കൻഡ് ഈ ഭൂമിയിൽ അള്ളാന്റെ തർബിയത്ത് കൂടാതെ നിലനിൽക്കാൻ തന്നെ ആവില്ല. നമുക്ക് നമ്മെ ഒരു ബൾബിനോട് ഉപമിക്കാം. ഒരു ബൾബ് കറണ്ട് ഉണ്ടെങ്കിൽ കത്തും, കറണ്ട് ഇല്ലെങ്കിൽ കത്തില്ല. ഇങ്ങനല്ലേ? കറണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം, ഉള്ള സമയത്തൊക്കെ അത് കത്തും. എപ്പോ കറണ്ട് പോകുന്നു അത് അണഞ്ഞു പോകും, കെട്ടുപോകും. ഒരു ബൾബ് പ്രകാശിക്കണമെങ്കിൽ ആ പ്രകാശിക്കുന്ന സമയത്തൊക്കെയും വൈദ്യുതി ആവശ്യമായതുപോലെ മനുഷ്യരടക്കമുള്ള സകലമാന ജന്തുക്കളുടെയും ജീവനും ആരോഗ്യവും നിലനിൽക്കണമെങ്കിൽ 24 മണിക്കൂറിലെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ തർബിയത്ത് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കണം. നമ്മൾ ഉറങ്ങുമ്പോഴും റബ്ബുൽ ആലമീന്റെ പണി നിൽക്കൂല കൂട്ടരേ, നിൽക്കൂല. കൂടുതൽ പണിയായിരിക്കും ഉറങ്ങണ നേരത്ത്. എന്താ, നമ്മളെ സംരക്ഷിക്കണ്ടേ? നമ്മളെ സംരക്ഷിക്കണം. ആന്തരിക അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ. നമ്മൾ അബോധ മനസ്സിൽ മയക്കത്തിലാണ്. റബ്ബുൽ ആലമീൻ സദാ ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷങ്ങളിലും പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മിയിലെ അർറഹ്മാനിർ റഹീം നമ്മൾ വിശദീകരിച്ചിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അർറഹ്മാനിർ റഹീം നമ്മൾ വിശദീകരിച്ചിരുന്നു. അത് ഖജനാവാണ്. ഖജനാവ്, അള്ളാന്റെ ഖജനാവ്. നിങ്ങൾക്ക് ദുന്യാവിൽ എന്തൊക്കെ വേണമോ, ഏതൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും, നിങ്ങൾക്ക് പരലോകത്ത് ഏതൊക്കെ ആവശ്യമുണ്ടോ അനുഗ്രഹങ്ങൾ, അതൊക്കെയും അള്ളാഹുവിന്റെ അടുത്തുണ്ട്. ഇതാണ് അർറഹ്മാനിർ റഹീം. നമ്മൾ അന്ന് വിശദീകരിച്ചിരുന്നു. ദുന്യാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അനുഗ്രഹങ്ങൾ വേണമോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അതൊക്കെയും അള്ളാഹുവിന്റെ സ്റ്റോർ റൂമിലുണ്ട്. അർറഹ്മാനിർ റഹീം, അതാണ് പത്താഴം. ഏത്? അർറഹ്മാനിർ റഹീം എന്നുള്ളത് പത്താഴം. അതിന്റെ ചാവി ഏതാ? ഈ അർറഹ്മാനിർ റഹീം എന്ന പത്താഴത്തിന്റെ ചാവി ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ കീ കൊണ്ട് ഇങ്ങനെ തുറന്നാല് പത്താഴത്തിന് ആവശ്യത്തിന് ഇങ്ങനെ കിട്ടും. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ഉള്ള നിഅമത്ത് നിലനിൽക്കുകയും ഉള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയും വീണ്ടും വീണ്ടും ലഇൻ ശകർതും ലഅസീദന്നകും. ഹംദ് ശുക്റായിട്ടാണ് പ്രായോഗിക മണ്ഡലത്തിൽ വരിക. നാവുകൊണ്ടുള്ള പ്രയോഗത്തിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മനസ്സ് തൊട്ട് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ പറച്ചില് പ്രായോഗികമായിട്ട് അത് ശുക്റായിട്ടാ വരിക, നന്ദി പ്രകടനായിട്ടാ വരിക.
വലഇൻ ശകർതും, നിങ്ങൾ ആരും നന്ദി ചെയ്തോ എന്ന് വെച്ചാൽ ഹംദ് പ്രാക്ടിക്കലാക്കിയോ, ഹംദ് പ്രയോഗവൽക്കരിച്ചുവോ, ലഅസീദന്നകും, എന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം ധാരാളം വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. ഞാൻ ഒന്നും പറയണില്ല. ഇന്നിപ്പോ നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഇന്ന് വൈകുന്നേരം ഞാൻ ചായ കുടിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ചായ കുടിച്ചു, വൈകുന്നേരം ചായ കുടിച്ചു. ചില ആൾക്കാർക്ക് മിനിറ്റിന് ചായ വേണ്ടി വരും. ആ ചായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിപ്പിക്കുന്നുണ്ട്. ചായ നമ്മൾ കുടിക്കണ ചായ ഇല്ലേ, അത് റബ്ബുൽ ആലമീനെ പറഞ്ഞു തരുന്നുണ്ട്. ചായയിലേക്കൊന്ന് നോക്കിയിട്ട് ചിന്തിക്കേണ്ട വിധം ചിന്തിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, റബ്ബുൽ ആലമീനെ വായിക്കാൻ, റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ ആ ചായ എന്ന പാനീയം മാത്രം മതി. ചായ കുടിച്ചു തീർന്ന് പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചായയിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? ചായയിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? വെള്ളം. പിന്നെന്താ അടങ്ങിയിട്ടുള്ളത്? ചായപ്പൊടി. പിന്നെന്താ അടങ്ങിയിട്ടുള്ളത്? പഞ്ചസാര. പിന്നെന്താ അടങ്ങിയിട്ടുള്ളത്? പാല്. ഇത് നാലുണ്ടായ ചായ ആവൂല, പിന്നെ തീ വേണം, ഗ്യാസോ എന്തോ. അത് ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നാല് സാധനം അഫറഅയ്തുമുൻ നാറല്ലതി തുറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന്മാരെ? ചോദിക്കുകയാണ് അല്ലാഹു ഖുർആനിൽ. നിങ്ങളാണോ അഗ്നി ഉണ്ടാക്കിയത്, അതോ നമ്മളാണോ അഗ്നി സംവിധാനിച്ചത്? ഈ നാല് സാധനങ്ങൾ ചായയിലുണ്ടല്ലോ. അതിലൊന്നാണ് വെള്ളം. വെള്ളം വെള്ളം കുറച്ച് ചേർത്തില്ലെങ്കിൽ ചായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെറും പാലായ പറ്റൂല, ഒരല്പം വെള്ളം വേണം. വെള്ളം നമ്മൾ ഉണ്ടാക്കിയതാ. ഖുർആനിൽ എത്ര സ്ഥലത്താ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പടച്ചോനെ. സൂറത്തുൽ ബഖറ തൊട്ട് അങ്ങോട്ട് പോയാൽ വെള്ളം അത് ഇറക്കി തന്നതും അതുകൊണ്ട് അള്ളാഹു കാണിച്ചു കൂട്ടുന്ന അത്ഭുതങ്ങളും എത്ര പറയുന്നത്. الذي جعل لكم الأرض فراشا, ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനാണല്ലാഹ്, പരവതാനിയാക്കിയവനാണല്ലാഹ്, മെത്തയാക്കി തന്നവനാണല്ലാഹ്. പടച്ചോനെ, ഈ ഭൂമി അള്ളാഹ് വിരിപ്പാക്കി. ഭൂമിന്റെ സ്വഭാവം എന്താ? മണിക്കൂറിൽ 1000 മൈൽസ് വേഗത്തിലാണത്രേ ആധുനിക സയൻസ് പറയുന്നു ഭൂമി ചലിക്കുന്നത്. എത്ര? നമ്മളിവിടുത്തെ വണ്ടികളൊന്നും 1000 മൈല് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിനേക്കാൾ കൂടുതലില്ലേ? അല്ലേ? 1000 മൈൽസ് വേഗതയിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റോട്ടിലൂടെ കാറിൽ ശീതീകരിച്ച നല്ല സംവിധാനങ്ങളൊക്കെ ഉള്ള ഇളക്കം അറിയാത്ത കാറിൽ ഓടിയാല് അത് ചലിക്കുമ്പോ നമുക്ക് ഉറക്കം വരില്ല. വന്നാൽ തന്നെ ഇടക്കിടക്ക് എന്താകും? ഞെട്ടി ഉണരും. 1000 മൈൽസില് വേഗതയില് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി നമുക്ക് വിരിപ്പാക്കി, പട്ടുമെത്തയാക്കി. ഒരു കുഴപ്പമില്ല. ബോധമില്ലാതെ വല്ലാതെ അള്ളാനെ ധിക്കരിച്ച ഇടക്കൊന്ന് ഒരു ഘട്ടമാണ് ചാടും. അതാണ് ഭൂകമ്പം. അള്ളാഹ് കാക്കട്ടെ. അല്ലേ? الذي جعل لكم الأرض فراشا والسماء بناء, ആകാശത്തെ മേൽക്കൂരയാക്കി വെച്ചവനും അല്ലാഹ്. തെമ്മാടികൾ നന്നാകാൻ വഴല് കേൾക്കണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. തെമ്മാടികൾ നന്നാകാന് വഴല് കേൾക്കണ്ട, വഴല് കേൾക്കണ്ടാൻ. എന്ത് ചെയ്താൽ മതി? നന്നാക്കിയൊന്ന് മേൽപോട്ട് നന്നാക്കി നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചാ മതി. അത്ഭുതം. അമ്പരം കാണുന്നതില്ലയോ പാപികൾ. അമൃതവാണി എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഖുർആനെ കവിതയാക്കിയാലോ. അതിലുണ്ട് സൂറത്ത് ഖാഫിന് അദ്ദേഹം അർത്ഥം പറഞ്ഞത്, അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ. സൂറത്ത് ഖാഫിന്റെ 6-ാമത്തെ ആയത്ത്. അത് രാഘവൻ നായർ അതിന് കവിതയാക്കിയത് എങ്ങനെ അറിയോ? അമ്പരം, ആകാശം, അമ്പരം കാണുന്നതില്ലയോ പാപികൾ.
എടാ, തെമ്മാടിയായിട്ട് നടക്കുന്ന മനുഷ്യന്മാരെ നിങ്ങളൊന്ന് മേൽപോട്ട് ആകാശത്തേക്ക് നോക്കുന്നില്ലേ? അമ്പരം കാണുന്നതില്ലയോ പാപികൾ, ശില്പവൈദഗ്ധ്യം നിരീക്ഷിപ്പതില്ലയോ? വൈചിത്രമേറുന്നൊരാകാശമണ്ഡലം സൃഷ്ടിച്ചലങ്കരിച്ചിടുന്നു കാണുവീൻ. എന്തൊരു മനോഹാരിതയാണത്! പടച്ചോനെ, ആ നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ ഉള്ള ഒരു നിലാവുള്ള രാത്രിയിൽ മേൽപോട്ട് നോക്കിയാൽ അത് കണ്ടാ മതി, വയലേ കണ്ടാൽ. ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനല്ല. വഅൻസല മിനസ്സമാഇ മാഅ, ഉപരിഭാഗത്തിൽ നിന്ന് വെള്ളമിറക്കി തന്നവനും അല്ലാഹ്. فأخرج به من الثمرات رزقا لكم, ആ ഇറക്കി തന്ന വെള്ളത്തിൽ നിന്നാണ് പഴങ്ങൾ ഉണ്ടായത്, ആഹരിക്കാനുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യന്മാരെ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ വെക്കണ്ടട്ടോ. ഇതൊന്നും ഒരു പടപ്പിനും കഴിയണ ഏർപ്പാടല്ല കേട്ടോ. ഈ പടച്ചോനെ തിരിച്ചറിഞ്ഞോ, ഇവനെ പോലൊരു റബ്ബില്ലട്ടോ. അല്ലാഹു പറഞ്ഞുതരാം. فأنزلنا من السماء ماء فأسقيناكم, വേറെ സ്ഥലത്ത് പറയാ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നു. ഫഅസ്ഖൈനാകുമു, ആ വെള്ളത്തെ നാം നിങ്ങളെ കുടിപ്പിക്കുന്നു. വമാ അൻതും ലഹു ബിഖാസിനീൻ, ആ വെള്ളത്തിന്റെ ഖജനാവ് നിങ്ങളുടെ അധീനത്തിലല്ല കേട്ടോ. വെള്ളത്തിന്റെ സ്റ്റോറേജ് റൂം നിങ്ങളുടെ അധികാരത്തിലല്ല കേട്ടോ. ഈ മഴക്കാലം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ വൈദ്യുതി മന്ത്രി മണിയാശാൻ എന്താ പറഞ്ഞത്? പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര് പ്രാർത്ഥിക്കുന്നവരല്ല, ദൈവത്തെ ഞങ്ങൾ അങ്ങനെ കാണുന്ന ടീമൊന്നും, അതുകൊണ്ട് ഞാനൊന്നും പ്രാർത്ഥിക്കൂല. ദൈവവിശ്വാസികളൊക്കെ പ്രാർത്ഥിച്ചോളൂ, മഴല്ലേ കറണ്ട് ഉണ്ടാവില്ല എന്നുവെച്ചാല് വെള്ളത്തിന്റെ സ്റ്റോറേജ് നമ്മുടെ അടുത്തില്ല, ഒരു രക്ഷയില്ല. ഏത് സയൻസിനും ഏത് മന്ത്രിക്കും അധികാരിക്കും ഒരു രക്ഷയില്ല. ഈശ്വര വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, മഴ ഇവിടെ വേണം, എങ്ങനെ മഴട്ടിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? വമാ അൻതും ലഹു ബിഖാസിനീൻ. അന്ന് നമ്മൾ ഡാമിൽ കുറച്ച് പിടിച്ചേക്കാൻ നോക്കിയല്ലോ. എന്താ സംഭവിച്ചത്? പിടിച്ചേക്കാൻ നോക്കിയിട്ട് എന്താ സംഭവിച്ചത്? എടോ, അതിന്റെ ഖജനാവ് അള്ളാന്റെ ആകാശത്തിലാ, നീ പിടിച്ചേക്കാൻ നോക്കിയാൽ നടക്കൂല. തന്നെ അതൊക്കെ ആ മെസ്സേജിലുണ്ട്. ആ മെസ്സേജ് അതില്ല, ആ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാണ്ട് വായിക്കാണ്ട്. ഒരു അടിമയ്ക്ക് ഒരു മുറുക്ക് വെള്ളം ആവശ്യമായി, ഒരു കവിൾ വെള്ളം ആവശ്യമായി. ദാഹിച്ചു പരവശനായ ഒരു മനുഷ്യൻ, ഒരു അര ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു കവിൾ വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെക്കപ്പെട്ടാൽ, ആ വെള്ളം നിഷേധിക്കപ്പെട്ടാൽ, ലബദല ജമീഅ ഖസാഇനിൽ അർളി വമുൽകദ് ദുനിയാ ഫീ തഹ്സീലിഹാ, ആ വെള്ളം ഒന്ന് കിട്ടിയിട്ട് തൊണ്ടെന്ന് നനച്ചിട്ട് ദാഹം തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ ലോകത്തെ ഖജനാവില് അയാളെ നിധി നിക്ഷേപമായി സമ്പാദ്യമായിട്ട് മുഴുവൻ കൊടുക്കാൻ തയ്യാറാകുക മനുഷ്യൻ. എന്ത് വെള്ളം കൊടുത്തില്ല, ഒരാൾക്ക് തടഞ്ഞു വെച്ചു, അത് കിട്ടാൻ വേണ്ടി നിന്റെ സമ്പാദ്യം മുഴുവൻ കണ്ട് താടാന്ന് പറഞ്ഞാല് ലബദല മുഴുവൻ കൊടുക്കും, കോടികൾ കൊടുത്തിട്ട് അത് കുടിക്കും. ദുനിയാവിലെ അധികാരം വലിച്ചെറിഞ്ഞിട്ടാണെങ്കിൽ രാജിവെക്കാത്ത മുഖ്യമന്ത്രിമാരെയൊക്കെ 4 ദിവസം വെള്ളം കൊടുക്കാതെ ഇട്ടാ മതി, രാജിവെച്ചോളൂ. നമ്മളെ നിരാഹാര പന്തലിലൊക്കെ നടക്കുന്ന ഇടപാടെന്താണ്? അരങ്ങള്ള ആന കുടിക്കും, പോത്ത് കുടിക്കണ മാതിരി, എന്നിട്ടാ നിരാഹാരം. എന്തുട്ട് നിരാഹാരം? അത് അധികാരം വലിച്ചെറിയും വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ, ഉറപ്പാ. ആ വെള്ളം ആവശ്യത്തിനൊരാൾ കുടിച്ചു കഴിഞ്ഞാൽ
കുടിച്ച വെള്ളം ആവശ്യം കഴിഞ്ഞാൽ മൂത്രമൊഴിച്ച് പുറത്താക്കേണ്ട ആവശ്യം വന്നു. അത് പുറത്തേക്ക് വിടാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചാൽ, അതിന് പറ്റാത്ത വിധത്തിൽ തടഞ്ഞു വെച്ചാൽ, ഇതൊന്ന് പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉള്ള പൈസ മുഴുവൻ കൊടുക്കും, വേണമെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കും. കുറച്ച് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു വലിയ പാർട്ടിന്റെ സമരം നടന്നില്ലേ? രാഷ്ട്രീയം പറയല്ല, ഒരു മുഖ്യമന്ത്രി ഏതാണ്ട് സോളാറോ അത് ഇതൊക്കെ പറഞ്ഞു കണ്ടേ രാജിവെക്കണം എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിൽ വലിയ പാർട്ടിയുടെ വലിയ സമരം നടന്നില്ലേ? ആ സമരം പൊളിഞ്ഞത് എങ്ങനെ? പോലീസിന്റെ ജലപീരങ്കി കൊണ്ട് പൊളിഞ്ഞതല്ല, പോലീസിന്റെ ലാത്തി ചാർജ് കൊണ്ട് പൊളിഞ്ഞതല്ല, തൂറാനും പാത്താനും മുട്ടിയിട്ട് പൊളിഞ്ഞതാ. അതിനുള്ള സംവിധാനം ഉണ്ടായില്ല അന്ന് അവിടെ. സത്യത്തിൽ അതാണ് ഉണ്ടായത് അല്ലേ? ജലപീരങ്കിയുടെ മുന്നിൽ പിടിച്ചു നിന്നേക്കാം, ലാത്തി ചാർജിന്റെ മുന്നിൽ പിടിച്ചു നിന്നേക്കാം, പക്ഷെ ഈ മുട്ടിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതന്നെ ഈ വെള്ളം കിട്ടാൻ വേണ്ടി എന്തും മനുഷ്യൻ ത്യജിക്കും. കുടിച്ച വെള്ളം ഒന്ന് പുറത്തേക്ക് കളയാൻ മാർഗമില്ലെങ്കിലോ എന്തും ത്യജിക്കും. ദീനുൽ ഇസ്ലാം പറഞ്ഞു തരാണ്. വെള്ളത്തിലേക്ക് നോക്കി അള്ളാന്റെ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്തറിയോ? ഈ വെള്ളം എന്നോട് സംസാരിക്കുകയാണ്. നമ്മളോട് എന്തുട്ടാ സംസാരിച്ച്? എന്ത് സംസാരിച്ചോ? തലച്ചോറാണ്ട് വർക്ക് ചെയ്യണം എന്നാ പറയും. വെള്ളം കിട്ടും പറയും. വെള്ളത്തിന്റെ തസ്ബീഹ് കേൾക്കാൻ പറ്റും, വെള്ളത്തിന്റെ അൽഹംദുലില്ലാ കേൾക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കണീന്റെ തലേന്ന് ഒരു മണിക്കൂറെങ്കിലും അതിന് പറ്റിയാൽ വലിയൊരു തൗഫീഖാണത്. അള്ളാഹു നമുക്കത് തരട്ടെ. ഔലിയാക്കൾ പറയാണ് വെള്ളം പറയുന്ന വാക്ക്, അമാതറാനി വതറാ സൂറതി വതർകീബി, നീ എന്നെ കാണുന്നില്ലേ, എന്നെ കാണില്ലേ? ഔലിയാക്കളോട് വെള്ളം എന്നെ കാണില്ലേ, എന്റെ രൂപം കാണുന്നില്ലേ? എന്തു മനോഹരാണ് വെള്ളം. കടലിലൊക്കെ നോക്കിയാൽ, ലക്ഷദ്വീപ് യാത്രയിൽ ഞാനൊരു കുറേ അങ്ങ് പോയിട്ട് തിരയടി ഇല്ലാത്ത സൈലന്റായി നിൽക്കുന്ന കടലുണ്ട്. അവിടെ നിന്നാണ് അടിക്ക് നോക്കിയാൽ സുബ്ഹാനല്ലാ, മീനുകൾ താഴെ ഇങ്ങനെ അടിത്തട്ടിലൂടെ ഇങ്ങനെ നീന്തിപ്പോകുന്നത്, കടൽ പുറ്റുകൾ, പാറകൾ ഒക്കെ അതെത്ര താഴെയുള്ളതാ കാണുന്നത്. എന്തു മനോഹര നീല കളറ്. കടുന്നീലാണെങ്കിൽ കാണാൻ പറ്റൂല, ലൈറ്റ് നീല. എന്റെ രൂപത്തിലേക്ക് നീ നോക്കുന്നില്ലേ മനുഷ്യ? എന്റെ ഘടനയിലേക്ക്. വെള്ളം എന്ന് പറഞ്ഞത് എങ്ങനെ? അതിന്റെ ഘടന എന്താണ്? H2O. നമ്മള് കുട്ടികൾ പഠിക്കും കലാലയങ്ങളിൽ. വെള്ളത്തിന്റെ ഘടകം H2O. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിയതാണ് വെള്ളം എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജൻ തനിയെ കത്തുന്നതും ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതുമാണ്. നമ്മളൊരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് മൂടിയാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ചുമ്മാണ്. മൂടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ ആ കത്തി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ഫ്രീ ആക്കി വിട്ടന്നെ മൂടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അണഞ്ഞു പോകും. അതാ ഓക്സിജൻ ഇല്ലാതെ അത് അണഞ്ഞു പോകും. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന സാധനം, ഹൈഡ്രജൻ തനിയെ കത്തുന്നതാണ്. അന്ത്യനാളിൽ സമുദ്രം മാളിക്കത്തുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞപ്പോ അന്നത്തെ സ്വഹാബത്തിന് ഒരു പക്ഷേ അത് തിരിഞ്ഞിട്ടുണ്ടാവില്ല. വെള്ളം കത്ത്, വെള്ളത്തിന്റെ ഒരു കണിക 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ്. ഹൈഡ്രജൻ തനിയെ കത്തും, ഓക്സിജൻ കത്താൻ സഹായിക്കും. ഇത് തമ്മിലുള്ള ബന്ധം അല്ലാഹുവിനെ വേർപ്പെടുത്തുമ്പോ സമുദ്രം കത്തും. ഖാലല്ലാഹു അസ്സ വജൽ. ഇതൊന്നും അന്ന് തിരിഞ്ഞില്ലെങ്കിലും ഇന്ന് തിരിയും. എന്റെ രൂപത്തിലേക്ക് നോക്കുന്നില്ലേ? വസിഫാതി വമനാഫിഇ, എന്റെ ഗുണങ്ങൾ, എന്റെ വിശേഷണങ്ങൾ. കരിക്ക് വെട്ടിയാൽ അതിനകത്ത് വെള്ളമാണ് അല്ലേ? അതും വെള്ളാണ്, അതും വെള്ളാണ്. കഞ്ഞിവെള്ളം വെള്ളമാണ്, ചായ വെള്ളം വെള്ളമാണ്, പാല് വെള്ളമാണ്. ദ്രവരൂപത്തിൽ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ വെള്ളമാണ്. മനുഷ്യനെന്ന നമ്മുടെ മനുഷ്യ ജീവിയായ നമ്മുടെ ശരീരത്തിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് എന്നാണ് സയൻസ് പറഞ്ഞത്? എല്ലിനേക്കാൾ മാംസത്തെക്കാൾ വെള്ളമുള്ളത്. എന്റെ വിശേഷണങ്ങൾ കാണുന്നില്ലേ? വമനാഫിഇ, എന്നെ കൊണ്ടുള്ള ഉപകാരം കാണുന്നില്ലേ? അടുത്ത ലോകയുദ്ധം വെള്ളത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പ്രവചനം. ഇതിനു വേണ്ടി, വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ലോകയുദ്ധം. ലോക മഹായുദ്ധം ഇനിയൊന്ന് വരികയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്.
واختلاف حالاتي وكثرة فوائدي أتظن أني كونت نفسي മനുഷ്യ ഞാൻ തനിയെ ഉണ്ടായതാണെന്നാണോ നീ വിചാരിക്കുന്നത്? വെള്ളം ചോദിക്കാണ്. ഞാൻ ചുമ്മാ അങ്ങ് ഉണ്ടായിപ്പോയതാണെന്നാണോ അതോ ഞാൻ തന്നെ എന്നെ പടച്ചു എന്നാണോ നിന്റെ വിചാരം? ഔ ഖലഖനി അഹദും മിൻ ജിൻസി, എന്നെ പോലത്തെ ഏതെങ്കിലും ഒരു പടപ്പ് എന്നെ പടച്ചു വെച്ചതാണ് എന്നാണോ നിന്റെ ധാരണ? വെള്ളം ചോദിക്കാണ്. വെള്ളം ഇതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാണ്. പിന്നെന്ത് വേണം? ചായപ്പൊടി വേണ്ടേ? വെള്ളത്തിന്റെ പുറമെ ചായപ്പൊടിക്ക് തേയില ചെടി വേണ്ടേ? ധാരാ മുളപ്പിച്ചത്. ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി മുളപ്പിക്കാൻ മനുഷ്യരെ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. തേയിലച്ചെടി അള്ളാഹു വളർത്തി. തേയിലച്ചെടിയിലെ ചപ്പ് പറിച്ചാൽ ചായ ആവൂലല്ലോ, അത് പൊടിയാകണ്ടേ? അതിനെന്ത് വേണം? ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് പൊടിക്കണം. അതിനെന്ത് വേണം? ഇരുമ്പ് വേണം. ഇരുമ്പ് എവിടുന്നാ വന്നത്? റബ്ബുൽ-ആലമീൻ. ഈ ലോകം മുഴുവൻ പറഞ്ഞു തരുന്നത് റബ്ബുൽ-ആലമീനാണ്. തേയിലച്ചെടി കൃഷി ചെയ്യാൻ ഇരുമ്പ് വേണ്ടേ? കുഴി വെട്ടണ്ടേ? അത് ചപ്പെടുത്തിട്ട് പിന്നെ അത് പൊടിക്കണമെങ്കിൽ ഫാക്ടറി വേണ്ടേ? എവിടുന്ന ഇരുമ്പ്? അല്ല എന്നാ പറയട്ടെ ഖുർആനില്, വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് അൽ ഹദീദ്, ഇരുമ്പ്. എന്ത് ഇരുമ്പ്? എന്താണ് അല്ലാഹ് ആയത്തിൽ പറഞ്ഞത്? നാമാണ് ഇരുമ്പിനെ ഇറക്കി തന്നത്. മുളപ്പിച്ചത് പറഞ്ഞാല് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുളക്കുന്നതാണ്. ഇറക്കുക എന്ന് പറഞ്ഞാല് ആകാശത്ത് നിന്ന് ഇറങ്ങി വരണത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ശാസ്ത്രകാരന്മാര് പറഞ്ഞത്, അടിസ്ഥാനപരമായി ഇരുമ്പ് ഭൂമിയുടെ ഭാഗമല്ല. ബേസിക്കലി ഇരുമ്പ് എന്ന് പറയുന്ന ലോഹം ഭൂമിയുടെ ഭാഗം അല്ല. ഒരു ഇരുമ്പ് ഗോളം ഭൂമിയിൽ പതിച്ച് ലയിച്ചതാണ് മോഡേൺ സയൻസ്. 14 നൂറ്റാണ്ട് മുമ്പേ കാളവണ്ടിയുടെ ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത് അള്ളാഹു പറഞ്ഞു, വഅൻസൽനൽ ഹദീദ്. ഇരുമ്പ് ഭൂമിയിലുള്ളതല്ല കേട്ടോ, അതിനെ നാം ഭൂമിയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ്. ഫീഹി ബഅസുൻ ശദീദ്. ആ ഇരുമ്പിൽ നിങ്ങൾക്ക് ആയുധ ശക്തിയുണ്ട്. വമനാഫിഉ ലിന്നാസ്. ജനങ്ങൾക്ക് മറ്റു പല ഉപകാരങ്ങളും ഉണ്ട്. അപ്പൊ തേയില അവിടെ തീരുവോ? പിന്നെന്ത് വേണം? പഞ്ചസാര വേണം. അതിന് കരിമ്പ് വേണ്ടേ? ആരാ കരിമ്പ് ഉണ്ടാക്കുക? അത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചായപ്പൊടിയുടെ തേയില ചെടി എന്ന് പറയുന്നത് അത് അരക്ക ഹൈറ്റിലല്ലേ ഉണ്ടാവുള്ളൂ. വയനാട്ടിലൊക്കെ പോയി നോക്ക്. അതിലെ നിശ്ചിതമായ ചപ്പ എടുക്കുള്ളൂ. അത്ര ആവശ്യമുള്ളൂ. ചായപ്പൊടി അത്ര ആവശ്യമുള്ളൂ. പക്ഷെ കരിമ്പ് പറഞ്ഞ സാധനം അതിന്റെ കാല് തൊട്ട് മണ്ട വരെയുള്ളത് മുഴുവൻ യൂസ് ചെയ്യാം. കാരണം പഞ്ചസാര മറ്റു പല ആവശ്യങ്ങൾക്കും വേണം ഇവിടെ. അതുകൊണ്ട് തന്നെ കാരണം ഇതിലൊക്കെ അള്ളാന്റെ തെർബിയത്തെ. നീ പാല് നോക്ക്, പഠിച്ചോനെ, മഹാത്ഭുതം. നാൽക്കാലികളിൽ നിങ്ങൾക്ക് പാഠമുണ്ട് മനുഷ്യന്മാരെ. കന്നുകാലികളുടെ വയറിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ കുടിപ്പിക്കുന്നു, പാനം ചെയ്യാൻ നൽകുന്നു. എങ്ങനെ? ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ ലബനൻ ഖാലിസാ, പരിശുദ്ധമായ പാല്. ചാണകം അതിന്റെ വയറ്റിലില്ലേ? രക്തം അതിന്റെ വയറ്റിലില്ലേ? നരമ്പുകളിലൂടെ രക്തം ഒഴുകുന്നുണ്ട്. ഇതിന്റെ ഇടയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധമായ പാല്. കുടിക്കുന്നവർക്ക് രുചികരവും എളുപ്പം കുടിക്കാൻ പറ്റുന്ന വിധത്തിൽ അതൊരുക്കി. കഷായം കുടിക്കുമ്പോഴല്ലോ പാല് കുടിക്കണേ. ആലോചിച്ച് നോക്കൂ. ഈ നിലക്ക് ചിന്തിക്കുമ്പോ ചായയുടെ വില എത്ര? 8 രൂപ. എത്ര രൂപ? 10 രൂപ.
അത് ചായന്റെ വിലയല്ല. മമ്മദിന്റെ ചായക്കടയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ 10 രൂപ കൊടുക്കുന്നു നമ്മൾ. അത് ചായന്റെ വിലയല്ല, ചായക്ക് വേണ്ടി മമ്മദിന്റെ അധ്വാനത്തിന്റെ വില. ചായക്ക് 10 രൂപ വിലയിട്ടാൽ പോരാ, 1000 വിലയിട്ടാൽ പറ്റുമോ? 10 രൂപ നാം കൊടുക്കുന്നത് ചായ രൂപപ്പെട്ട് വരാൻ മനുഷ്യന്റെ അധ്വാനം എന്തോ ആ അധ്വാനത്തിനുള്ള വിലയാണ് 10 രൂപ കൊടുക്കുന്നത്. ചായയിൽ ചേർന്ന 4 സാധനങ്ങൾ അതൊന്നും ഒരു മനുഷ്യനും പടക്കാൻ പറ്റുന്നതല്ല. ഒരു കർഷകൻ എന്താ ചെയ്യാൻ പറ്റുക? ക്ഷീര കർഷകൻ എന്ത് ചെയ്യാൻ പറ്റും? കന്നാലിനെ മേടിക്കാൻ പറ്റും, അതിന് പുല്ലും പുണ്ണാക്കും മേടിക്കാൻ പറ്റും, അത് തിന്നാൻ കൊടുക്കാൻ പറ്റും, അതിന് വെള്ളം കൊടുക്കാൻ പറ്റും. പാലുണ്ടാക്കാൻ പറ്റുമോ? ഉള്ള പാല് കറന്നെടുക്കാൻ പറ്റും. അധ്വാനത്തിനുള്ളത് ചായക്ക് വേണ്ട അധ്വാനം മനുഷ്യനിൽ നിന്നുണ്ടായി. ആ അധ്വാനത്തിന്റെ വിലയാണ് 10 രൂപ. ചായയുടെ വില ഏതാ? അപ്പൊ ചായയുടെ വില ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് ചായന്റെ വില. ചായയുടെ അതിലെ ഘടകങ്ങൾ പടച്ച് അത് നമുക്ക് സമ്മാനിച്ചു തന്ന റബ്ബിന് കൊടുക്കേണ്ട വില ഏതാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫമനുൽ ജന്ന. സ്വർഗത്തിന്റെ വിലയാണടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗം മേടിക്കണോ? സ്വർഗം ആർക്കെങ്കിലും മേടിക്കണോ? എന്നാ വിലയായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കണം. അൽഹംദുലില്ലാ എന്ന ദിക്ർ പ്രഖ്യാപനം എല്ലാ അനുഗ്രഹങ്ങളുടെയും വിലയാണ്. ചോറ് കഴിഞ്ഞിട്ട് ആ ചോറിന്റെ വില ഹോട്ടലിൽ 65 രൂപ 100 രൂപ വിലയല്ല. എന്റെ വില ഏതാണ്? അൽഹംദുലില്ലാ. ആ വില കൊടുത്താലാണ് നന്ദിയുള്ളവനാവുകയുള്ളൂ. ഹോട്ടലിൽ കയറിയിട്ട് തട്ടിപ്പിലൂടെ പൈസ കൊടുക്കാതെ ഇറങ്ങി വന്നാല് ബ്ലഡില് ഹറാമ് കലരൂലേ? ഇറങ്ങിപ്പോരാൻ പറ്റൂല. അതിനൊക്കെ വലിയ വളവുണ്ട്. ഒരു വലിയ വളവനായ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ എന്താ ചെയ്യാറിയോ? കയറി ഇരുന്നിട്ട് ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്യും, എന്നിട്ട് ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ, അങ്ങനെ കുറെ സ്പെഷ്യലൊക്കെ അടിച്ചിട്ട് ആ ബില്ലിന് മേടിക്കും. എന്നിട്ട് അപ്പുറത്തെ സെക്ഷനിൽ പോയി ഇരുന്നിട്ട് ഒരു കാലി, ഏത് കാലി? വിത്തൗട്ട് ചായ, ഒരു ലഘുകടി, 2 ബില്ലയിലെ കയ്യിൽ ചെറിയ ബില്ലെടുത്ത് ചാടിയാൽ മതി. ഇത് നിങ്ങളോട് പറഞ്ഞു തരാനും പേടി, ആരെയും പ്രയോഗിക്കും ചിലപ്പോ. ഹറാമല്ലത് അല്ലേ? എന്താ കാരണം? വില കൊടുത്തില്ല. എന്താ കാരണം? വില കൊടുത്തില്ല. ഈ വില കൊടുക്കാത്തതിലേറെ വലിയ ഡേഞ്ചറാണ് അള്ളാഹ്ക്കുള്ള വില കൊടുക്കാതിരിക്കല്. ചായയുടെ വില, ചോറിന്റെ വില. അൽഹംദുലില്ലാ സമനു കുല്ലി നിഅമത്തിൻ. എല്ലാ അനുഗ്രഹങ്ങളുടെയും വില അൽഹംദുലില്ലയാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞിട്ടില്ലട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തന്നെ നമുക്ക് പഠിക്കാണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ